ഹായ് ഫ്രണ്ട്സ്, ലിനീസ് ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ഉഴുന്നുവടയും ചട്നി അതിൻ്റെ ഒരു റെസിപ്പിയാണ് ചെയ്യുന്നത്. ചെറിയൊരു വീഡിയോ ആണ്. അപ്പം നമുക്ക് അത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് മുന്നേ എൻ്റെ ചാനലിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ ഞാൻ എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. അപ്പം നമുക്ക് നമ്മുടെ നല്ല സോഫ്റ്റായ ഉഴുന്നുവട എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം. ഞാനിവിടെ ഉഴുന്ന് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ 3 മണിക്കൂർ വെള്ളത്തിലിട്ട് ഉഴുന്നാണ്. അപ്പോൾ അത് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം തന്നെ കുറച്ച് ഇഞ്ചി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 4 പച്ചമുളക് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ നമുക്ക് കുറച്ച് വേപ്പിലയും കൂടി ഇടാം. ഇത് നമുക്കൊന്ന് ക്രഷ് ചെയ്തിട്ട് വരാം. ഇത് ഞാൻ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെയൊക്കെ അരഞ്ഞ് കിട്ടിയാൽ മതി. ഇതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. ഉഴുന്ന് നിറയെ ഇട്ട് നമ്മൾ അടിക്കരുത്, കുറച്ചിട്ട് വേണം അടിക്കാനായിട്ട്. അതല്ലെങ്കിൽ നമ്മൾ വെള്ളം ചേർത്ത് അടിക്കേണ്ടി വരും. വെള്ളം ഒട്ടും തന്നെ ചേർക്കേണ്ട ആവശ്യമില്ല. ഒരു 2 സ്പൂൺ വെള്ളം മാത്രം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ നല്ലതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്നും കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ മാവ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ഉഴുന്നെല്ലാം തന്നെ അടിച്ചെടുക്കാം. ആദ്യത്തെ ട്രിപ്പ് മാത്രം നമ്മൾ ഇഞ്ചി പച്ചമുളകൊക്കെ ഇട്ട് കൊടുത്താൽ മതി. പിന്നെയുള്ളിൽ അതൊന്നും ഇടണ്ട. നമ്മൾ പിന്നെ അടിച്ച് കഴിയുമ്പോൾ നമ്മളതെല്ലാം കൂടി മിക്സ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഞാൻ എല്ലാം അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ക്രഷ് ചെയ്ത് വെച്ചേക്കണ ഒരു സ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പൊടിക്കാത്ത മുഴുവനായിട്ടുള്ള ഒരു 5-10 കുരുമുളകും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് 1 സ്പൂൺ റവയും കൂടി ചേർത്ത് കൊടുക്കുക. ആ പുറം വശം നല്ല ക്രിസ്പി ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റവ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ചട്നിയൊക്കെ അരച്ച് സാമ്പാറൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് അത്രയും സമയം ഇതിരുന്ന് വീർത്ത് ഏതാണ്ട് 1 മണിക്കൂറോളം ഇത് വീർക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ച് നമുക്കിനി ഉഴുന്നുവട തയ്യാറാക്കാം. നമ്മൾ കടയിലൊക്കെ കിട്ടുന്ന ഹോട്ടലിലൊക്കെ കിട്ടുന്ന പോലെ അത്രയും അങ്ങ് പെർഫെക്റ്റായ ഷേപ്പൊന്നും ചിലപ്പോൾ വന്നില്ലെന്ന് വരാം. പക്ഷേ ടേസ്റ്റ് എന്തായാലും അതിനേക്കാളും മുന്നേ നിൽക്കും. ഇപ്പം നമുക്ക് ആ സെൻറ്ററിൽ ആ ഹോള് ശരിക്കും റൗണ്ടായി കിട്ടാൻ വേണ്ടി ഞാനൊരു സ്പൂണിൻ്റെ പിടി വെച്ചിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമ്മളിത് വറുത്തെടുത്താൽ മതി. അതല്ലെങ്കിൽ ആ പുറം വശം അങ്ങ് ശരിക്കും പെട്ടെന്ന് കളർ മാറിപ്പോവും, ഉൾവശം വേവാതെ വരും. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ആദ്യം നന്നായി തിളയ്ക്കുന്നവരെ ഫുൾ ഫ്ലെയിമിലിടുക. പിന്നെ അത് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കുക. ഇപ്പം നമ്മുടെ ഉഴുന്നുവട റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പറായി കിട്ടിയിട്ടുണ്ട് ഉഴുന്നുവട. അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ആയിട്ടുണ്ട്, നല്ല സോഫ്റ്റും ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട കുറച്ച് ചട്നി തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ തേങ്ങ കൊത്തിയാണ് ഇട്ടിരിക്കുന്നത്. അതിലേക്ക് 4 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് പുതിനയില ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 3 ഉള്ളിയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ ഇത് അടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം, നമ്മൾ ഒത്തിരി ലൂസായിരിക്കുന്ന രീതിയിലല്ല അടിച്ചിരിക്കുന്നത്, കുറച്ച് വെള്ളം ചേർത്തേണ്ടത്. പിന്നെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് വെള്ളം കൂടുതൽ ചേർക്കണമെങ്കിൽ ചേർക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് വേപ്പിലയും കടുകും മുളകും താളിച്ചിടുന്നുണ്ട്. ഇങ്ങനെ ഇട്ടാലുള്ള ഗുണം എന്താ വെച്ചാൽ നമുക്ക് ആ ഹോട്ടലിലെ ചട്നിയുടെ ആ ഒരു ടേസ്റ്റും എന്നാൽ വീട്ടിലുണ്ടാക്കുന്ന ചട്നിയുടെ ആ താളിപ്പിൻ്റെ ഒരു സ്മെല്ലൊക്കെ കൂടി വരുമ്പോൾ നല്ല രസമാണ് ഈ ചട്നി. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കാം. അപ്പോൾ നല്ല അടിപൊളി ഉഴുന്നുവടി നല്ല ചട്നിയാണ്. ഇതിൽ ഞാൻ സാമ്പാറും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ റെസിപ്പി ഞാനിവിടെ കാണിച്ചിട്ടില്ല. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ നാളെ നമുക്കിതുപോലെ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.